നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും കഴിക്കുന്ന ഉപ്പിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും എന്തിന് ഒരു പേപ്പർ കപ്പിൽ നിന്ന് ആവേശത്തോടെ കുടിക്കുന്ന ആ ഒരു കപ്പ് ചായയിലൂടെ പോലും നിങ്ങൾ പ്ലാസ്റ്റിക് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വലിയ കഷ്ണങ്ങളല്ല ഇവ. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന അദൃശ്യമായ പ്ലാസ്റ്റിക് തരികൾ. ഇതിനെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും വർക്കൗട്ടിനെ പറ്റിയോ ഡയറ്റിനെ പറ്റിയോ ഒന്നുമല്ല. പകരം നമ്മളറിയാതെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നിശബ്ദമായി തുളച്ചുകയറുന്ന ഒരു ശത്രുവിനെ പറ്റിയാണ്. 5 മില്ലിമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് തരികളാണിവ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയില്ല. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, വണ്ടിയുടെ ടയറുകൾ, കോസ്മെറ്റിക്സ്, ഇതിൽ നിന്നൊക്കെയാണ് ഈ തരികൾ വായുവിലും മണ്ണിലും കലരുന്നത്. ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ രക്തത്തിലും ശ്വാസകോശത്തിലും ലിവറിലും വരെ പ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിക്കഴിഞ്ഞു. ഭയാനകമായ കാര്യമെന്തെന്നാൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്ലാസന്റയിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് എത്തിക്കഴിഞ്ഞു. അതെ, ജനിക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് എത്തുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ട് വെറും 100-ലധികം വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ ശരീരം ഇത് കൈകാര്യം ചെയ്യാൻ പരിണമിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഓരോ ആഴ്ചയും ഏകദേശം ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അത്രയും തൂക്കം വരുന്ന പ്ലാസ്റ്റിക് നമ്മൾ വിഴുങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുന്നത്? ഇവ കോശങ്ങളിലെത്തുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ ഒരു ശത്രുവായി കാണുന്നു. ഇത് നിരന്തരമായ ഇൻഫ്ലമേഷന് കാരണമാകുന്നു. കൂടാതെ പ്ലാസ്റ്റിക്കിലെ BPA പോലുള്ള കെമിക്കലുകൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, തൈറോയിഡ് ഹോർമോണുകൾ തുടങ്ങി നിങ്ങളുടെ മുഴുവൻ ഹോർമോൺ ഓർക്കസ്ട്രയെയും തകർക്കുന്നു. ഹോർമോണുകൾ താളം തെറ്റിയാൽ പിന്നെ എന്ത് സംഭവിക്കും? നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും തടി കുറയുന്നില്ല. മസിൽ വളർച്ച മന്ദഗതിയിലാകുന്നു. എനർജി ഡ്രോപ്പ് ചെയ്യുന്നു. നമ്മൾ പ്രോട്ടീനെ പറ്റിയും സപ്ലിമെന്റുകളെ പറ്റിയും തർക്കിക്കാറുണ്ട്. പക്ഷേ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയെ നമ്മൾ അവഗണിക്കുന്നു. എന്നാൽ ഇതിൽ നിങ്ങൾ തളരേണ്ട കാര്യമില്ല. മൈക്രോ പ്ലാസ്റ്റിക്സിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ചില ബോധപൂർവമായ ഇടപെടലുകളിലൂടെ ഇത് കുറയ്ക്കാൻ സാധിക്കും. അതിനായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി, പ്ലാസ്റ്റിക് പാത്രത്തിൽ ഭക്ഷണം ചൂടാക്കരുത്. രണ്ടാമതായി, സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് കുപ്പികൾ ശീലമാക്കുക. മൂന്നാമതായി, അമിതമായി പ്രോസസ്ഡ് ആയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. പാക്കിങ്ങും മെഷീനറി പ്രോസസ്സിങ്ങും കൂടുന്തോറും പ്ലാസ്റ്റിക് കലരാനുള്ള സാധ്യതയും കൂടും. നാലാമതായി, ടീ ബാഗുകൾ ഒഴിവാക്കി ഇലയിട്ട് തിളപ്പിച്ച ചായ കുടിക്കുക. പല ടീ ബാഗുകളും ചൂടുവെള്ളത്തിൽ കോടിക്കണക്കിന് പ്ലാസ്റ്റിക് കണികകൾ പുറത്തുവിടുന്നുണ്ട്. അഞ്ചാമതായി, വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുക. സിന്തറ്റിക് കാർപ്പറ്റുകളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് നാരുകൾ പുറത്തുവിടും. അതിനാൽ വീട് കൃത്യമായി വൃത്തിയാക്കുകയും വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുക. ആറാമതായി, നല്ല ഗുണനിലവാരമുള്ള വാട്ടർ ഫിൽട്ടറുകൾ ഉപയോഗിക്കുക. ഇത് വെള്ളത്തിലെ പ്ലാസ്റ്റിക് സാന്നിധ്യം വലിയ അളവിൽ കുറയ്ക്കും. ഏഴാമതായി, ശരീരത്തിന്റെ സ്വാഭാവിക വിഷമുക്തമാക്കൽ പ്രക്രിയയെ സഹായിക്കുക. നാരുകളുള്ള ഭക്ഷണവും ബ്രൊക്കോളി പോലുള്ള പച്ചക്കറികളും കഴിക്കുന്നത് ലിവറിനെ സഹായിക്കും. കൃത്യമായി വ്യായാമം ചെയ്ത് വിയർക്കുന്നതും ഒരു നല്ല പരിവിധിയാണ്. നമ്മുടെ ശരീരം പ്ലാസ്റ്റിക് ലോകത്തിനു വേണ്ടി രൂപകൽപ്പന ചെയ്തതല്ല. ആരോഗ്യമെന്നത് വെറും കലോറിയും പ്രോട്ടീനും മാത്രമല്ല. നമ്മൾ അറിയാതെ ശരീരത്തിലെത്തുന്ന ഇത്തരം സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക എന്നതുകൂടിയാണ്. മൈക്രോ പ്ലാസ്റ്റിക് എന്നത് ഒരു കെട്ടുകഥയല്ല. നമ്മുടെ ആധുനിക ജീവിത രീതിയുടെ പാർശ്വഫലമാണ്. അറിവാണ് യഥാർത്ഥ കരുത്ത്. ഒരു പ്ലാസ്റ്റിക് കുപ്പിക്ക് പകരം ഒരു ഗ്ലാസ് പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വെറും വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ഹോർമോണുകളെയും മെറ്റബോളിസത്തെയും നിങ്ങളുടെ വരും തലമുറയെയും നിങ്ങൾ സംരക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചെങ്കിൽ പ്ലാസ്റ്റിക് സുരക്ഷിതമാണെന്ന് കരുതുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെ ശാസ്ത്രീയവും എന്നാൽ ലളിതവുമായ ആരോഗ്യ രഹസ്യങ്ങൾ തുടർന്നുമറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ചെറിയ മാറ്റം വലിയൊരു ആരോഗ്യകരമായ മാറ്റത്തിന് തുടക്കമാകട്ടെ. അടുത്ത വീഡിയോയിൽ കാണും വരെ ശ്രദ്ധയോടെയിരിക്കുക, കരുത്തോടെയിരിക്കുക.